അവൻ വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചാ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. അത് ഇങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം. നീ ഇന്നലെ കൗണ്ടറെ തിരുവഴയ്ക്ക് കയറി പാടിയതും നിന്റെ കൂടെ പവിഴം ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല. ഇനി നിന്നെ വഴിയിലെങ്ങാനും വെച്ച് കുത്തുവെന്നാ എന്റെ പേടി. എന്നെ കുത്തിയാൻ വിവരം അറിയും. പി കേറ്റിയുടെ ലോറി ഞാൻ കയറ്റും. ആ കൗണ്ടറുടെ പാഴ്സലർക്ക് பவிழத்தின் அச்சனை வந்த பாசல டோர் டெலிவரி. எங்க தலைவருக்குன்னு ஒரு பேர் இருக்கு, அதை சொல்லி கூப்பிடுறா. ஏய் மலையாளத்தா, ഇതൊന്ന് ഒപ്പിട്ട് മേടിച്ച. சரிங்க, ഇതെല്ലാം ഉള്ള കൊണ്ടുപോയി വെക്ക சொல்லு. അതിന് സ്പെഷ്യൽ ഹോം ഡെലിവറി ചാർജ് വേണം. തൽക്കാലം വെളിയെ നിൽക്കാനുള്ള ആശയം മാത്രം. ഉള്ള ബന്ധുള്ള ബിസിനസ് വേണ്ട. തടി കേടാക്കാൻ ആഗ്രഹമില്ല സ്വാമി. அடிமுண்டோ வரவங்கிட்ட எல்லாம் ஏமா வரவங்கிட்ட எல்லாம் இந்த ஆளு ஏன் இப்படி சண்டை போடுறாரு? அப்பா பர்த்டே அன்னைக்கு அவர் பாடினதை நீ தானே கைத்தட்டி ரசிச்ச. உள்ள கூட்டிட்டு வந்து உட்கார வச்சிருக்கலாம்ல. உங்க அப்பாவுக்கு அதெல்லாம் பிடிக்காதுமா. ஆமா, எதுக்கு எடுத்தாலும் அப்பா அப்பான்னு பயமுறுத்தி என் வாயை அடைச்சிடு. என்ன இப்படி பேசுற? എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട്. എന്നിട്ട് നീ പോയി ഒരു ടീ സാപ്പിട്ട് വാ. ഇനി ഓട്ടോ ഉണ്ട്. തമിഴ് നീ നല്ലാവേ പേசுற. ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ അണ്ണാച്ചി. ഇതാരുടെ ഈ സ്ഥലമൊക്കെ? ഇതെല്ലാം എന്റെ കൗണ്ടറോടതുங்க. ഇയാളത് എങ്ങോട്ടാ പോകുന്നു? എടോ, താനെന്തിനാ இந்த பக்கம் திருப்பியது? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? அப்படிலாம் செய்ய மாட்டேனுங்க. ஆம்பளை பிள்ளை தானே, பயப்படாம வாங்க. വണ്ടി നിർത്തോ. എടോ അണ്ണാച്ചി, താനിത് എന്തു? சின்னம்மாதான் கையோட கூட்டி வர சொன்னாங்க. இதுக்கு ஒண்ணு கூலி வேணாமுங்க. തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട്. മോളു എന്നെ തല്ലാറിയതാ. ഈ പണി നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കണോ? என்னங்க இந்த பார்சல் அனுப்பணும். ஆபீஸ்க்கு வரலாம்னா அப்பா கொன்னுடுவாரு. அதான் செல்லையா கிட்ட. മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ. നിങ്ങളുടെ ഈ 4 അണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണെ ഇതൊക്കെ പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. പി കേറ്റിലൊക്കെ വല്ലത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോഞ്ഞുകൊണ്ടോ അപ്പ അയക്കാം. വണ്ടി എടുക്കണോ? തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാൻ വന്നാ എല്ലാത്തിന്റെ കുടലേനെടുക്കും. വണ്ടി എടുക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ല, കരിവീട്ടി പോലത്തെ 3 എണ്ണം വേറെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛനും ഒറ്റ ഇടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയി പോകും. അവളുടെ ഒരു ഉണക്ക പാഴ്സൽ. வெட்டுக்கிளி மாதிரி பட்டு பட்டுன்னு பேசுறா. அந்த ஆள் பேசுனது உனக்கு புரிஞ்சுதாடி? கொஞ்சம் கொஞ்சம் புரிஞ்சுது. எனக்கு கூட பேசணும் தோணுச்சு. அந்த ஆளை நிறுத்தினா தானே.
എന്താടോ பார்சலுங்க. അത് മേശപ്പുറത്താണോ കൊണ്ടുവയ്ക്കുന്നത്? അങ്ങോട്ട് വയ്ക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യ്. ஏயா பார்சல் இவ்வளவு பெருசா இருக்க, அட்ரஸ் கொஞ்சம் பெருசா எழுதக்கூடாது? எந்த ஊருக்கு? அதான் எழுதி இருக்குல்ல, நீங்களே படிங்க. ஹரிகிருஷ்ணன் மேலப்பரம்பில், ஆண் வீடு, கேரளா. ഇതെന്താ ഹരി, ഒരുമാതിരി പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ? വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ? നിന്റെ കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പോ കൂടുതലാണ്. തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യസ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ? അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ? അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല. പിടിവിട്ടു പോച്ചുങ്ക. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ? പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. எனக்கு உங்களை பிடிச்சிருக்கு. நான் விட மாட்டேன், கண்டிப்பா விட மாட்டேன். முகத்தை உம்முன்னு வச்சுக்காம இந்த நெக்லஸ் போட்டுக்கோ. ஏமா அழற? பொண்ணு பார்க்க வந்தவங்க உங்க அப்பா மாதிரி ரவுடிங்க இல்ல, நல்லவங்க தான். சொன்னா கேளுமா. பாம்மா, எனக்கு இந்த கல்யாணம் வேண்டாம். முடியாதுன்னா முடியாது. அந்தஸ்துல கொஞ்சம் முன்ன பின்ன இருந்தாலும் கவுண்டம் குடும்பத்துல சொந்தம் விட்டு போயிடக்கூடாதுன்னு தான் என் பொண்ணு உங்களுக்கு கொடுக்க நான் சம்மதிச்சேன். சரிதாங்க, எங்களுக்கும் சந்தோஷமா தாங்க இருக்கு. ஆமா, மாப்பிள்ளை என்ன படிச்சிருக்காரு? 5ாம் கிளாஸுங்க. அது போதும், அது போதும். என்னங்க கொஞ்சம் வாங்கல. ஒரு நிமிஷம். என்ன? அவளை கட்டாயப்படுத்தினா வந்தவங்க முன்னால நமக்கு தாங்க அவமானம். என்ன சொன்னாலும் கேட்க மாட்டேங்கிறா. இந்த கல்யாணமே வேண்டான்னு அடம் பிடிக்கிறா. வேண்டாங்கிறா, அவ்வளவுதானே? அவளை கொஞ்சம் வந்துட்டு போ சொல்லு. அவ வரமாட்டாங்க. இனிமே அவ யாரையும் பார்க்க மாட்டாளா? இது வரைக்கும் எத்தனையோ பேர் உன்னை பொண்ணு பார்க்க வந்திருக்கிறாங்க. அப்பெல்லாம் புடிவாதம் பிடிக்காத நீ இப்ப ஏன் இப்படி பண்ற? என்ன இருந்தாலும் வந்து இருக்கிறவங்க கொஞ்சம் பெரியவங்க. கண்ணை மூடிக்கிட்டாவது கீழே வந்து நில்லு. வேணாம், இந்த உறவை நானே முறிச்சிடுறேன்.
ஏண்டா குழப்ப தேடி வந்த நாயினி உனக்கு காதல் பண்ண என் பொண்ணு தான் கிடைச்சாடா. அவளை என் உயிர்டா. அத பிரிக்க நினைச்ச உன்னை அழிச்சிருவேன். அடுத்த வெள்ளிக்கிழமை உன்னை பொண்ணு பாக்குறதுக்கு வேற ஒருத்தர் நம்ம வீட்டுக்கு வராங்க. அவங்க எவ்வளவு வரதட்சணை கேட்டாலும் நான் கொடுப்பேன். புரியுதா? இந்த ஊர் வழக்குக்கு நான் சொல்றதான் தீர்ப்பு. இது நம்ம குடும்ப வழக்கு. இதுக்கும் நான் சொல்றதான் தீர்ப்பா இருக்கணும். நான் ஒரு வார்த்தை சொன்னா அவனை தெருநாய் மாதிரி அடிச்சு எரிச்சு சாம்பலாக்கி ஆத்துல கரைச்சிருவாங்க. தெரிஞ்சுக்க. என்னங்க ഞാനാ ചെന്താമര. ഇത് രാത്രിയാണ് മോളെ, താമര പറിക്കുന്ന സമയമല്ല. അറിയാം. ഒരു കാര്യം പറയാനുണ്ട്. അതിരാവിലെ പവിഴം തനിച്ച് കോവിലി വരുമെന്ന് പറഞ്ഞു. നിങ്ങളെ അവക്ക് കാണണമെന്ന് പറഞ്ഞു. പോവാതിരിക്കരുത്. നിങ്ങളെ അവിടെ എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ പാത്തിട്ടാ ഈ പിന്നാലെ വന്നിട്ട് നീ എന്തിനാണ് പവിഴ ഈ കുഴപ്പത്തിനൊക്കെ നിൽക്കുന്നത്? കൊല്ലെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ കൊല്ലും. വെറുതെ എന്തിനാ നമ്മൾ രണ്ടുപേരും ചാവാൻ നിൽക്കുന്നത്? ഈ പൊള്ളാച്ചി വീണങ്ങാനും ഞാൻ ചത്തു എന്ന് പറഞ്ഞാ അവന്റെ വീട്ടുകാർക്ക് ഒരു നാണക്കേടല്ലേ പവിഴം? അയ്യോ ഉങ്ക ഭാഷ എനിക്ക് കേട്ടുതാൻ പഴക്കം. പേசி പഴക്കം ഇല്ലയേ. നമുക്കേ പിന്നെ സംസാരിക്കാം. പവിഴം നീ ഇപ്പൊ വീട്ടിക്ക് പോ. മുടിയാത്. இப்படி ஒரு சந்தர்ப்பம் இனிமே நமக்கு கிடைக்காது. என் கல்யாண பேச்செல்லாம் தடுத்து நிறுத்தினது இந்த மாரிமுத்து தான். அவன் என்ன விரும்பி தொலைக்கிறான். நான் உங்களை விரும்புறது அவனுக்கு தெரிஞ்சு போயிடுச்சு. எந்த நிமிஷத்துல உங்களை கொல்றதுக்கு அவன் தயாரா இருக்கான். இனிமே எனக்கு ரெண்டே கதிதாங்க. ஒண்ணு நீங்க, இன்னொன்னு தெய்வம். தெய்வம் என்ன ஏத்துக்கிறதுக்கு தயாரா இருக்கு. அதுக்கு முன்னால உங்ககிட்ட ஒரு வார்த்தை கேட்கணும். நான் உங்களை விரும்புறேன். என்ன காப்பாத்துங்க. காப்பாத்துவீங்களா? நான் ஒரு தமிழ் பொண்ணு. எங்களுக்கு நம்பிக்கை தான் முக்கியம். நான் உங்களை நம்புறேன். என்ன நீங்க காப்பாத்துவீங்களா? സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? நான் முடியாதுன்னு சொன்னா நீ എന്ത് ചെയ്യും? கடவுள் இந்த மனசுக்குள்ள இருக்காருங்க. என் உடலை விட்டுட்டு உயிரை நான் கடவுள்கிட்ட கொடுத்துருவேன். அடுத்த ஜென்மம் இருக்கே, அப்போது நான் உங்களோட வாழ மாட்டேனா? காப்பாத்துங்க.
அவர் ஏன் இன்னும் வரல? சொன்ன நேரம் போயிடுச்சு. முருகா, அவர் என்ன மறந்துட்டாரா? സത്യത്തില് നിന്റെ ധൈര്യം എന്നെ അതിശയപ്പെടുത്തുക. കുറച്ചേരം കാത്തു നിന്നിട്ട് നീ തിരിച്ചു പോകുന്ന ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം. അല്ല പൗഴം, കൊഞ്ച നേരം കാത്തു നിന്നിട്ട് നീ തിരുമ്പി പോവേന്നതാ ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം നീ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? ആ 3:30 മണിക്ക് രാമേശ്വരത്തേക്ക് ഒരു ബസ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? തൽക്കാലം അതിന് പോവാം. രാമേശ്വരത്തിന് അപ്പുറം പിന്നെ കടല. പിന്നെ 2 വഴിയുള്ളൂ. ഒന്നുകിൽ നേരെ കടലിലേക്ക് നീന്താം, അല്ലെങ്കിൽ മണപ്പുറത്ത് കടല വിറ്റ് കിടക്കാം. ராஸ்கல், எங்க கண்ணு முன்னாடியே பவனத்தை கருதிட்டு போகலாம்னு பாக்குறியா? அடிங்கடா. பஞ்சாயத்து கூடி 1/2 மணி நேரம் ஆச்சு.
தலைவர் வாயே திறக்க மாட்டேங்கிறாரு. தப்பு யார் செஞ்சாலும் அது தப்பு தானே. அப்ப தலைவர் பொண்ணு பண்ணது தப்புங்கிற. கவுண்டரையா தண்டனை கொடுக்க போறது இந்த மலையாளத்தானுக்கா உங்க பொண்ணுக்கா? எல்லாத்துக்கும் தீர்ப்பு சொல்ற கவுண்டரே வாயடைச்சு போயிட்டாரே. இந்த பஞ்சாயத்துல இனிமே என்னென்ன நடக்க போதோ. மன்னிக்கணும் கவுண்டரையா, அவன் ஒரு நல்ல பையன் தான் எனக்கு தோணுது. அவனுக்கு ஒரு இடம் கொடுத்து ஆதரிச்சு தப்புன்னா என்ன தண்டித்துருங்க, அவனை விட்டுடுங்க. உன்னை கண்டன் துண்டமா வெட்டிடுவேன். போய் வெண்டைக்கா வெட்டி கவுண்டருக்கு சாம்பார் வச்சு கொடுப்பான். തെറ്റാര് ചെയ്തോ എന്തോ പഞ്ചായത്ത് പിരിച്ചുവിടാതെ പയ്യനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലേ. രാമനാഥപുരം ജില്ലാ എംപിയുടെ സ്വന്തക്കാരൻ தான் அவன். கொஞ்ச ராஷ்டிரிய பந்தம் இருக்கு. நிறுத்தியா? அந்த பையன் என் கழுத்துக்கு கத்தி வச்சிருக்கான். நீ நடனா கதை சொல்லிட்டு இருக்கிற. என்ன சொன்ன? எம்பிக்கு சொந்தக்காரனா? எம்பியாவது மசராவது? நான் நினைச்ச உன் ஆபீஸை கொளுத்தி சாம்பலாக்கிறேன். பாக்குறியா? വേണ്ട, ഞാൻ பார்த்திருக்கேன். അവൻ വന്ന അന്ന് മുതൽ തന്നെ ട്രാൻസ്ഫർ എഴുതി തന്നിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കി അവനെ എங்க ഇருந்து പട്ടം പറത്തല്ലേ ബുദ്ധി. ஏண்டா இவனை தூக்கி நெருப்புல போட்டுடுவோமாடா? என்னடா முறைக்கிற? குளிருதா? வா வந்து நெருப்புல விழு, குளிரெல்லாம் பூடும். என்னங்க நடந்தது நடந்து போச்சு. நம்ம வாழ்க்கையோட நாமே விளையாடுறது நல்லது இல்லைங்க. அந்த பையனை பஞ்சாயத்தில் நிக்க வச்சுட்டு நீங்க ஜெயிச்சிடலான்னு நினைக்கிறீங்களா? ஒருத்தனோட ஓடி போன நம்ம பொண்ணு இன்னொருத்தன் கல்யாணம் பண்ணிக்குவான்னு நினைக்கிறீங்களா? இல்ல இந்த மாரிமுத்து தலையில நம்ம பொண்ணை கட்டி வச்சிடலான்னு நினைக்கிறீங்களா? அது மட்டும் நடக்காதுங்க. എല്ലാം നല്ല ഫിറ്റാ, വേണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടാം. വേണ്ട, ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാനുള്ളൂ. അവരെന്നെ കൊല്ലു കൂട്ടുന്നേരെ. താരെന്തിനാ ഈ ബുദ്ധിമോശം കാണിക്കാൻ പോയി? ബുദ്ധിമോശോ? കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി സ്നേഹിച്ചു വന്ന് വിളിച്ചപ്പോ ഒന്നും നാടുവിടാൻ തോന്നിയ ബുദ്ധിമോശ? ഞാനും ഒരു അര കൗണ്ടറല്ലേ കൂട്ടുന്നേരെ. ഒരു പപ്പടം കിട്ടാൻ വല്ല വഴിയുണ്ടാവോ? ഞാനതങ്ങ് മറന്നുപോയി. ഇത് നിന്റെ അവസാനത്തെ അത്താഴാവും. അതും എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്നാവും ഈശ്വരൻശ്. എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച ഒരുത്തന്റെങ്കിലും കൈ വെട്ടിയിട്ട് ഞാൻ അതിന് നിന്നു കൊടുക്കൂ.
ആ തറവാടത്തെ ഞാൻ എന്തായാലും കാണിക്കും. കുട്ടനാര് പേടിക്കണ്ട. ഈ മനുഷ്യൻ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്കടോ. வாயை திறந்து சொல்லுங்க மாமா, இவனை பீஸ் பீஸா கிழிச்சிடுறேன். இனிமே இப்படி ஒரு சம்பவம் நம்ம ஊர்ல நடக்க கூடாது. பிரச்சனை எங்க கிட்ட விடுங்க, நீதியை நாங்க பாத்துக்கிறோம். ஒருத்திக்கு ஒருத்தன்றதான் நம்ம தமிழ் பண்பாடு. இந்த தாலி என் பொண்ணு கழுத்துல கட்டு. ഒരു താലി കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യരാത്രിയായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല? അത് ഇവരുടെ കൂട്ടത്തിലൊരു ചടങ്ങാണെന്നേ. ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തമുണ്ട്, അതാണ് ശാന്തി മുഹൂർത്തം. അതെപ്പോഴാ? അത് തന്നെ തലയെഴുത്ത് പോലിരിക്കും. സത്യം പറയല്ലേ കുട്ടനായരെ, ശാന്തി മുഹൂർത്തമൊക്കെ ആസ്വദിക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ കൗണ്ടർ നിനക്കൊരു വീട് തരുമെന്നല്ലേ പറഞ്ഞ്, ശാന്തിയോടെ താമസിക്കേ. അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ. കുട്ടനായരന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. മൂപ്പര് ഇതിലും വലിയ കൗണ്ടറാ. അത് കൗണ്ടറല്ല, ആറ്റം ബോംബാ. ഇത്ര പാരവശ്യം നീ താനെന്തോ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിപ്പോയതാ. ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു. എന്നാലെ കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ എന്റെ വീട്ടിലറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ, ഞാനിപ്പോ വീഴും. നീ എല്ലാം മുരുകന് വിട്ടോട്, അവൻ വഴി കാണിച്ചു തരും. ഹരി ഹരി, തനിക്ക് ഭാഗ്യം തെളിഞ്ഞോ മാപ്പിളെ? താലി കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഉനക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കും. എങ്ങോട്ടാ? ഹരിയുടെ നാട്ടിലേക്ക്. എന്താ എന്താ അയ്യോ എന്താ എന്ത് പറ്റി എന്ത് പറ്റി? ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. ഞാനങ്ങ് പേടിച്ചു.